പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഏറ്റവും ഒടുവിൽ അദ്ദേഹവുമായി സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ തന്നെയും അൻവർ അങ്ങോട്ട് താല്പര്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ലീഗ് ഇക്കാര്യത്തിൽ തൽക്കാലം പ്രശ്നങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോവുക എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ വലിയ പ്രതികരണങ്ങളിലേക്ക് കോൺഗ്രസ് പോയിട്ടില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനിടയ്ക്ക് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് PV അൻവർ അഥവാ മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അഥവാ മത്സരിക്കാൻ ആലോചിക്കുകയാണെങ്കിൽ നഷ്ടപ്പെടുക CPM വോട്ടായിരിക്കും എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ എന്ത് മെസ്സേജ് കൊടുത്തുകൊണ്ടാണോ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചത്, ആ മെസ്സേജിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ അദ്ദേഹം എവിടെ നിൽക്കണമായിരുന്നു എന്നത് അദ്ദേഹം ആലോചിക്കേണ്ടിയിരുന്നു. ഞാൻ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി നിന്നാലേ ഞാൻ പിന്തുണയ്ക്കൂ എന്ന് പറയുന്നത് ബാലിശമായ വാദമാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് യാതൊരു അവകാശവുമില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു പരാജയം സംഭവിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് രാഷ്ട്രീയ ഭാവി എന്ന് PV അൻവർ ആലോചിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ അനുമതി നൽകിയെന്ന് പറയുന്നു. തൃണമൂൽ കോൺഗ്രസിലെ ദേശീയ തലത്തിലെ നിലപാടിലേക്ക് PV അൻവർ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസ് ശത്രുപക്ഷത്താണല്ലോ, CPM ശത്രുപക്ഷത്താണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് അദ്ദേഹം എത്തുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിലമ്പൂരിൽ അദ്ദേഹം ഒരു തമാശ കഥാപാത്രമായി മാറുന്ന രൂപത്തിലേക്കാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.